നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 32ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് 1/12/2017 മുതൽ ഞാൻ കാസർഗോഡ് ഭരണവിഭാഗം DYSPയും അതിനുശേഷം അവിടെ തന്നെ നർക്കോട്ടിക് വിഭാഗം DYSP ആയിരുന്നു. നർക്കോട്ടിക് വിഭാഗം DYSP ആയിരിക്കെ ആ ജില്ലയിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ടുള്ളത് 17/2/2019 17/2/2019 എന്ന് പറഞ്ഞാൽ നമ്മളെ 2019 ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള സമയമാണ്. പൊളിറ്റിക്കൽ ടെൻഷനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ആ പീരീഡ്. ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ആ സമയം. ഏപ്രിലായിരുന്നു ഇലക്ഷൻ. അവിടെ പെരിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ കല്ലിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവർ 17/2 രാഷ്ട്രീയ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് കാണിച്ച് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഉയർന്ന കോടതികളെ കോൺഗ്രസ് പാർട്ടി സമീപിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ കേസ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് തൊട്ട് മുമ്പ് ആ കേസ് അന്വേഷിച്ചിരുന്നത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചുമാണ്. സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ ആ കേസിൻ്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് സാബു മാത്യു എന്നാണ്. അദ്ദേഹം അന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് SP ആണ്. അദ്ദേഹം പിന്നീട് IPS കിട്ടി കൊട്ടാരക്കര ആസ്ഥാനമായ കൊല്ലം റൂറലിലും പിന്നെ ഇടുക്കിയിലും കഴിഞ്ഞ 4-5 വർഷങ്ങളായി ജില്ലാ പോലീസ് മേധാവിയായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ കോട്ടയം SP ആയിട്ട് നിയമിച്ച സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ഈ പറയുന്ന 17/2/2019 അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. തൊട്ടടുത്ത ദിവസം ഹർത്താലായിരുന്നു. അപ്പോൾ ആദ്യം ഇതിൻ്റെ അന്വേഷണം ലോക്കൽ പോലീസിൽ വന്ന സമയത്ത് തന്നെ ഇതൊരു ഓർഗനൈസ്ഡ് കൊലപാതകമല്ല എന്ന രീതിയിൽ മാറ്റാനുള്ള ചില പ്രഷറുകളായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും അന്വേഷണം സംബന്ധിച്ച ആക്ഷേപങ്ങളുണ്ടായ സാഹചര്യത്തിൽ ആ കേസിൻ്റെ അന്വേഷണം എറണാകുളം ക്രൈംബ്രാഞ്ച് SP ഏൽപ്പിക്കുന്നു. അദ്ദേഹം ആദ്യം ആ കേസിൻ്റെ അന്വേഷണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടില്ലാത്തതാണ്. ഒരു അന്വേഷണം ഏൽപ്പിച്ചാൽ സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറയാനും പറ്റില്ല. എന്നാൽ പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ആ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കാണിച്ച് കത്ത് നൽകിയതായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം അദ്ദേഹം ആ കേസിൻ്റെ അന്വേഷണം കിട്ടിയ സമയത്ത് തന്നെ അങ്ങനെ കത്ത് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഏതോ കാരണത്താലാണ്, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കാരണത്താലാണ് ആ കേസിൻ്റെ അന്വേഷണത്തിന് അദ്ദേഹം വിമുഖത കാണിച്ചിട്ടുള്ളതെന്ന്. എന്നാൽ ഏറ്റെടുത്ത ശേഷം അന്വേഷണം തുടങ്ങിയ ശേഷവും അങ്ങനെ കത്ത് കൊടുത്തതിൽ നിന്ന് ആ കേസിലുണ്ടായ ഇടപെടലിനെ തുടർന്നാണ്, ഞാനീ പറഞ്ഞതാണ് തന്നെയാണ്, ഒരു ഓർഗനൈസ്ഡ് രാഷ്ട്രീയ കൊലപാതകം എന്നതിൽ നിന്ന് മാറ്റി അത് സഡൻ പ്രൊവോക്കേഷൻ എന്നോ അതല്ലെങ്കിൽ വ്യക്തിപരമായ ശത്രുതയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു കൊലപാതകമാണെന്നുള്ള രീതിയിൽ അന്വേഷണം കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും
അതിന് തുള്ളുന്ന IPS നേതൃത്വത്തിൻ്റെയും താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് എറണാകുളം ക്രൈംബ്രാഞ്ച് SP തന്നെ ഒഴിവാക്കണമെന്ന് പറയുന്ന കത്ത് സർക്കാരിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കേണ്ടതുള്ളായിരുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക്. പക്ഷേ ഇവിടെ അത് സ്വീകരിക്കപ്പെട്ടതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതിൽ ഇടപെടൽ ഉണ്ടായിട്ടുള്ള ഇത് ന്യായമായിട്ടും ശരിയാണെന്നുള്ളത്. പിന്നീട് വരുന്നത് ഞാനീ പറഞ്ഞ സാബു മാത്യു എന്ന് പറയുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് SP ആണ്. അദ്ദേഹത്തിന് അന്ന് IPS ഒന്നും ലഭിച്ചിട്ടില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ ഒരു ക്രൈംബ്രാഞ്ച് SP ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ്. ഇനി വയനാടിനും കോഴിക്കോടിനുമായിട്ടൊരു ക്രൈംബ്രാഞ്ച് SP ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. തൊട്ടടുത്ത ജില്ലയായ മലപ്പുറം ജില്ലയ്ക്കൊരു ക്രൈംബ്രാഞ്ച് SP ഉണ്ട്. ആസ്ഥാനം മലപ്പുറത്ത് തന്നെയാണ്. തൃശ്ശൂരിന് ഒരു ക്രൈംബ്രാഞ്ച് SP ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം തൃശ്ശൂരും. പാലക്കാടിനൊരു ആസ്ഥാനമായിട്ടൊരു ക്രൈംബ്രാഞ്ച് SP ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം പാലക്കാടുമാണ്. ഇത്രയും SP ക്രൈംബ്രാഞ്ചിലുള്ളപ്പോൾ ഇവരെ ഇത്രയും മറികടന്നാണ് കോട്ടയത്തു നിന്നൊരു SP കൊണ്ടുപോയി ഈ കേസിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുന്നത്. വേറൊരു തമാശ എന്ന് പറയുന്നത്, SP കൂടാതെ ഒരു DYSP കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ആ DYSPയും SP ബാച്ചുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രദീപ് കുമാർ എന്നാണ്. ഈ കേസിൽ ലോക്കൽ പോലീസ് ആദ്യം തന്നെ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പീതാംബരൻ എന്ന് പറയുന്ന ആടെ അറസ്റ്റ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് 19/2/2019 ഇതിനകത്തൊരു ആസൂത്രിതമായ നീക്കം ഈ കേസ് റിപ്പോർട്ടായ ദിവസം മുതൽ എന്നെ ഈ കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തു നിന്ന് മാറ്റി നിർത്താനായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഈ സംഭവം നടന്ന ദിവസം 17-ാം തീയതി ഞാൻ ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് കാസർഗോട്ടേക്ക് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഓൺ ദ വേയിൽ തന്നെ SP കോള് വന്നു, നേരത്തെ എത്തണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന ട്രെയിനിലാണ്, ഞാൻ ഇത്ര മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ SP ഓഫീസിലേക്ക് വരണ്ട, നിങ്ങൾ മഞ്ചേശ്വരത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിലാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പം തൊട്ടടുത്ത ദിവസമായ 18-ാം തീയതി ഹർത്താൽ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, ഹർത്താൽ സമയം കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. 19-ാം തീയതി രാവിലെയും SP ഇതേപോലെ ഒരു കോൾ വന്നു, നന്ദന ഓഫീസിലേക്ക് വരേണ്ടതില്ല, നിങ്ങൾ കാഞ്ഞങ്ങാട് DYSP ഓഫീസിൽ പോയിരുന്നാൽ മതി. അപ്പോൾ ഈ സിസ്റ്റം എന്തോ ചിലത് ഈ SP DKL ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ പല സംഭാഷണങ്ങളിൽ നിന്നും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും എന്തോ ഞാനുമായി ബന്ധപ്പെട്ട് നമ്മളെ ഈ കാര്യങ്ങളൊന്നും തൊടിക്കരുതെന്നുള്ള ഒരു അറിയിപ്പുണ്ട്. അതെങ്ങനെയായിക്കോട്ടെ, എന്തായാലും ശരി. ഞാൻ 19-ാം തീയതി രാവിലെ കാഞ്ഞങ്ങാട് DYSP ഓഫീസിൽ പോയി. 6:30 വരെ അവിടെ ചെന്നു. അപ്പം പോകുമ്പോൾ എന്നെ സമയത്ത് പറഞ്ഞിരുന്നു, വിളിക്കുകയാണെങ്കിൽ മാത്രം നിർദ്ദേശാനുസരണം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. 6:30 ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു. അത് ജില്ലാ പോലീസ് മേധാവി ശ്രീനിവാസിൻ്റെ ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്നേരം പെട്ടെന്ന് ഓഫീസിൽ വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, പിന്നെ എനിക്കപ്പോൾ അതിന് മുമ്പൊരു വിവരം കിട്ടി. പിറ്റേ ദിവസം, അതായത് 20-ാം തീയതി രാവിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ SP ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ SP വരുന്നതിനായിട്ട് അതിന് മുമ്പെന്തെങ്കിലും എല്ലാവരുമായിട്ടും സംസാരിക്കാനായിരിക്കാം വിളിച്ചതെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ വന്ന് SP ഓഫീസിൻ്റെ താഴെ വന്നപ്പോൾ SP താഴെയുണ്ട്. SP പത്രസമ്മേളനമൊക്കെ നടത്തി പത്രക്കാരുമായിട്ട് സംസാരിക്കുകയാണ്. ഈ പീതാംബരൻ്റെ അറസ്റ്റ് അദ്ദേഹം ആ സമയത്ത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ആ പത്രസമ്മേളനം തന്നെ അദ്ദേഹം അതൊരു ഓർഗനൈസ്ഡ് രാഷ്ട്രീയ കൊലപാതകം ആണെന്ന് പറയാനായിട്ട് വിമുഖത കാണിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓർഗനൈസ്ഡ് എന്ന വാക്ക് അടിവരയിടേണ്ട ഒരു വാക്കാണ്. കാരണം അത് പിന്നീട് ഈ ചെലവും ഒക്കെ കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രതികളെ സംരക്ഷിച്ച് അവരുടെ കുടുംബമൊക്കെ സംരക്ഷിക്കുന്ന ഒരു വലിയ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നമ്മുടെ സംസ്ഥാനത്ത് അതൊരു ശരിക്കും പറഞ്ഞാൽ പഠന വിധേയമാക്കേണ്ടതോ ജുഡീഷ്യൽ എൻക്വയറിക്ക് വിധേയമാക്കേണ്ടതോ ആയ ഒരു വിഷയമാണ്. ഇപ്പോൾ എന്തായാലും ശരി, പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞ്
മുകളിലെത്തി. ഇപ്പോൾ ഞാനും എത്തി. ഇപ്പോൾ ഞാൻ ചോദിച്ചു, സാർ വിളിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇന്ന് നൈറ്റ് എനിക്കാണ് അവിടെ ഡ്യൂട്ടി, ഈ കല്ലിയോടെന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഒരു സംഭവങ്ങളും ഇന്ന് രാത്രി റിപ്പോർട്ട് ആവരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ നൈറ്റിലുള്ള ബന്ധോ സ്കീമിൻ്റെ ഒരു കോപ്പി ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം തന്നത് പരിശോധിച്ചാൽ അവിടെ 4 ജീപ്പും ഒരു 1-2 വലിയ വണ്ടിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഈ ഇടറോഡുകൾ കണ്ടമാനമുള്ളൊരു ഗ്രാമപ്രദേശം. അപ്പോൾ അവിടെ 2 വീലറുകളൊന്നും അദ്ദേഹം ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പോരാ, എനിക്ക് ഈ 2 വീലർ പോകുന്ന വഴികളിൽ കവർ ചെയ്യാനായിട്ട് 2 വീലറൊക്കെ വേണമെന്ന്. ഞാൻ 4 2 വീലർ ആവശ്യപ്പെട്ടു. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 2 2 വീലർ തന്നു. എനിവേ അന്ന് രാത്രി സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അതൊരു ഭാഗ്യമാണ്. കാരണം നമ്മുടെ കഴിവിനുപരിയായിട്ടത് നമ്മുടെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനം, മതപ്രസ്ഥാനമൊക്കെ ആരെയെങ്കിലും കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ അവർ കൃത്യമായിട്ടും കൊല്ലപ്പെടും. അത് ഞാൻ എൻ്റെ 29ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വിവരമാണ്. കാരണം അതിൽ നിന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധാനത്തിൻ്റെ മാത്രം പരാജയമല്ല അതൊരു സംഘടിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഒരു വരമ്പത്ത് കൂലി കൊടുക്കാനായിട്ട് നമ്മുടെ 1 2 3 പ്രസംഗം പോലെയുള്ള കൊലപാതകങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് ഒരാളെ ജീവൻ രക്ഷിക്കാൻ വലിയ പാടാണ്. ഭാഗ്യം കൊണ്ടതൊന്നും സംഭവിച്ചില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 മാസങ്ങളോളം ആ സ്ഥലത്ത് പരിപൂർണമായൊരു ഹർത്താൽ പ്രതീതിയായിരുന്നു. കടകളോ വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും തുറന്നിട്ടില്ല. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. എറണാകുളം ക്രൈംബ്രാഞ്ച് SP കേസ് അന്വേഷണത്തിൽ വിമുഖത കാണിച്ചതിന് ശേഷം ഈ പറയുന്ന സാബു മാത്യുവും അദ്ദേഹത്തിൻ്റെ ടീമും അന്വേഷണം ഏറ്റെടുത്തു. അവർ സ്ഥിരം അവിടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിക്കവാറും ഒരു രാജധാനി ഉള്ള ദിവസം വന്ന് രാജധാനി തിരിച്ചു പോകുമ്പോൾ രാജധാനി ട്രെയിൻ തിരിച്ചു പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകളും വരുമായിരുന്നു. DYSPയും വരുമായിരുന്നു. ഈ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഇതിലെ മൊത്തം പാവഭാരം ഏൽപ്പിച്ചത്. നമ്മുടെ കേരളത്തിലെ ഈ IPSകാർക്കൊരു ശീലമുണ്ട്. അതായത് അവർ അന്വേഷണ ചുമതലയെന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൻ്റെ എങ്ങും തൊടില്ല. ഇടപെടാൻ മാത്രമേ അവർ അതിനകത്ത് ശ്രമിക്കത്തുള്ളൂ. ശരിയായൊരു അന്വേഷണത്തിന് വേണ്ടിയല്ല അവർ നിൽക്കുന്നത്, ഇടപെടാൻ. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ സുപ്പീരിയർ ഓഫീസർ കനോട്ട് ഇൻ്റർഫിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്, ക്യാൻ സൂപ്പർവൈസ് എന്നാണ്. ഇവിടെ ഇൻ്റർഫിയർ മാത്രമേ ഉള്ളൂ, സൂപ്പർവൈസ് ഇല്ല. മാത്രമല്ല അന്വേഷണ ടീമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് ഓർഡർ ഉള്ളതാണ്. ഈ കേസിൽ സാബു മാത്യുവോ ഈ പ്രദീപ് എന്ന് പറയുന്ന DYSPയോ ഈ എല്ലാ ആഴ്ചയിലും വന്ന് പോകുമായിരുന്നെങ്കിലും ഒരു ദിവസം പോലും ഒരു സാക്ഷിയെ കണ്ടു ചോദിക്കുകയോ, ഈ കേസിലേക്ക് ഒരു സാക്ഷിയെ കണ്ടു ചോദിക്കുകയോ ഏതെങ്കിലും മൊഴി രേഖപ്പെടുത്തിയോ ഏതെങ്കിലും തെളിവ് രേഖ ശേഖരിച്ചിട്ടോ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മൊത്തം ജോലിയും ഈ പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു. ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ നമുക്ക് ഈ ചൂട് ചോറ് വാരിയ കുരങ്ങായിട്ട് പോലെ നമുക്ക് വേണമെങ്കിൽ സംബോധന ചെയ്യാം. കാരണം ഒരു അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ടീം പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതും അതിൻ്റെ ഹെഡിൻ്റെ പേരിൽ CDയും അന്വേഷണവും നടത്തേണ്ടതുമാണ്. ഇവിടെ ആർക്കും ഫയൽ പരിശോധിക്കാം. കാരണം സർക്കാർ സംവിധാനത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ രേഖകളെല്ലാം ഉണ്ട്. ഫയലുകൾ വരുത്തി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ചാൽ ഈ കുട്ടിക്കുരങ്ങിനെയും കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ഈ പരിപാടിയാണ് അവിടെ നടന്നിട്ടുള്ളത്. കാരണം ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു പുനരന്വേഷണം വന്നാൽ ഈ മേലാളന്മാർക്ക് ഊരണം. SPക്ക് ഇവിടെ DYSP സഹായിക്കാനുണ്ട്, കാരണം സ്വന്തം ബാച്ചുകാരനാണ്. ഇപ്പോൾ പുനരന്വേഷണം വന്നാൽ ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ പടലിൽ മുഴുവൻ ജോലിയും ഏൽപ്പിക്കുക. രണ്ടാമത് ഒരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കേസ് ശിക്ഷിക്കാതെ വന്നുകയോ പ്രതിയെ വിട്ടുപോവുകയോ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ പടലിലേക്ക് വെക്കാം. ഈ DYSP SPയോ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. മാത്രമല്ല കേരള പോലീസിലെ ഡയറക്റ്റ് IPSകാരുടെ പണിയാണ് ഇവർ ഈ കേസിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ കേസന്വേഷണം അവർ ഏറ്റെടുത്തു. അവർ കാര്യമായിട്ട് ഇതിലെ രാഷ്ട്രീയ കോൺസ്പിറസിയിലേക്ക് പോകാനായിട്ട് അവർ താല്പര്യം കാണിച്ചില്ല എന്ന് മനസ്സിലാകുന്നു. പല ഭാഗത്തു നിന്നും അതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്
ഹൈക്കോടതിയിൽ അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പോകുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് പോകുന്ന സമയത്ത് തന്നെ ഇത് സംസ്ഥാനവും ഏതാണ്ട് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കപ്പെട്ട ഒരു കൊലപാതകമായിട്ട് മാറുന്നുണ്ട്. അതിന് കാരണം ഈ സംഭവം നടന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ, അത് 14/3/19 നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഈ സംഭവസ്ഥലം സന്ദർശിച്ച് അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളതാണ്. അതായത് കൊലപാതകം നടന്ന് ഒരു മാസത്തിനകം അവിടെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഈ 2 കുടുംബങ്ങൾക്കും വേണ്ട എല്ലാ സഹായവും ഒന്ന് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളത്തെ ഇപ്പോഴത്തെ MP ശ്രീ ഹൈബി ഈഡൻ അദ്ദേഹമാണ്. അദ്ദേഹം പലതവണ അവിടെ വന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പോയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടിയിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് CBIക്ക് ഫയൽ കൈമാറിയത്, അക്കാര്യത്തിൽ താമസമുണ്ടായെന്നും ഒക്കെ ചില വാർത്തകളുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. എന്തായാലും ശരി, അന്വേഷണം ശരിയല്ല, അതായത് സാബു മാത്യുവിൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞാണ് ഇവർ ഹൈക്കോടതിയിൽ പോകുന്നതും അത് പിന്നീട് ശരിവയ്ക്കപ്പെടുന്നുണ്ട്. കാരണം ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് ഉപരിയായിട്ട് ചില ഉയർന്ന രാഷ്ട്രീയ നേതാക്കളെ CBI കേസിൽ പ്രതിയാക്കിയിട്ടുള്ളതാണ്. CBI പ്രതിയാക്കിയവർ കേസിൽ വിസ്താരവേളയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ വേണ്ട വിധം ഇൻവോൾവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യത്തോടുകൂടി പ്രതിയാക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. CBI പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടവർക്ക് ഉൾപ്പെടെ വലിയ ശിക്ഷ നമ്മുടെ കോടതി നൽകിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല ലോക്കൽ പോലീസും പിന്നീട് അന്വേഷണം നടത്തിയ സാബു മാത്യുവിൻ്റെ ടീമും നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാണ്. അപ്പം മാത്രമല്ല, കോൺഗ്രസ്സിന് തന്നെ പരാതി ഉണ്ടായതുകൊണ്ടാണ് CBI അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് പോയിട്ടുള്ളത്. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ നടത്താതെ ഒരു ഇരട്ട കൊലപാതകത്തെ കുഴിച്ചുമൂടാനെന്നോ അല്ലെങ്കിൽ അട്ടിമറിക്കാനെന്നോ ഉള്ള വാക്ക് വേണമെങ്കിൽ ഒരു പരിധിവരെ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ എങ്ങനെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അത് വേണ്ടത്ര ജാഗ്രതയില്ലാതെ ചെയ്ത ഒരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം ഒരു മാസത്തിനകം ഒരു സർക്കാർ വന്ന് അതിനെ വിമർശിക്കുന്നത് ശരിയല്ല. എങ്കിൽ പോലും അത് പുനഃപരിശോധിക്കേണ്ടതാണോ എന്നത് വേണ്ട വിധത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ട് കാണുന്നു. പിന്നെ ഹേമേന്ദ്ര സാറിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിവ് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹത്തെ ഉപദേശകനായിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇൻ്റലിജൻസിൽ നിന്ന് റിലീവ് ചെയ്ത് ഫയർഫോഴ്സിലേക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ശരി, ഈ പോസ്റ്റിങ് നടത്തിയ 1-2 കേസുകളിൽ സർക്കാർ അതിൽ പുറകോട്ട് പോവുകയും ആക്ഷേപം ഉന്നയിച്ചത് പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അന്വേഷണത്തിന് ഈ ശരിയായ രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരില്ലായിരുന്നു. കാരണം ശരിയായ അന്വേഷണം എന്ന് പറയുമ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളെ മാത്രം CBIയും കണ്ടെത്തി മുന്നോട്ട് പോവുകയും ആ പ്രതികൾക്ക് ശിക്ഷയും വരികയാണെങ്കിൽ നമ്മൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയാണെന്ന് പറയാൻ പറ്റും. CBI കൂടുതൽ പ്രതികളെ കണ്ടെത്തുകയും അവരെ കോടതി ശിക്ഷിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്വേഷണം ശരിയല്ലായിരുന്നു. കോൺഗ്രസ് എന്ന ഉന്നയിക്കപ്പെട്ട ആക്ഷേപം ശരിയാണെന്ന് കോടതിയും ശരിവച്ചിട്ടുള്ള സാഹചര്യത്തിൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്ത ഉദ്യോഗസ്ഥനെ ജില്ലാ പോലീസ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് വേണ്ട ഗൃഹപാഠം ചെയ്തിട്ടാണോ എന്നതും അത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തേണ്ടതായിട്ട് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.